ഏതൊരു കലയും കലാകാരൻ്റെ മരണത്തിലൂടെ ഇല്ലാതാകുന്നില്ല. അവരുടെ പ്രതിഭാശേഷി തെളിയിക്കപ്പെട്ട ആ കലാചാരുത നൂറ്റാണ്ടുകളോളം പല തലമുറ കണ്ട് ആസ്വദിക്കും. അത്തരത്തിൽ ബൃഹദാകാര ശില്പങ്ങളുടെ നിർമ്മിതിയിൽ ഒരു ചക്രവർത്തി തന്നെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശില്പി അപ്പുക്കുട്ടൻ. ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം നിർമ്മിച്ച ശില്പവേല ലോകം എങ്ങും ഇന്നറിയപ്പെടുന്ന ബൃഹത് നന്ദി എന്ന ശില്പരൂപം ഏകദേശം 2 വർഷക്കാലം ഐമുറി പ്രദേശത്ത് ഐമുറി ശിവക്ഷേത്രത്തിൽ താമസിച്ചാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. സഹായികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ്റെ ഒരു രീതി തന്നെ ശില്പവേലയ്ക്കായി ചെല്ലുന്ന നാട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായി മാറുന്നു എന്നുള്ളതാണ്. കൂത്താട്ടുകുളം പാലക്കുഴ സ്വദേശിയാണ് അപ്പുക്കുട്ടൻ. സൗഹൃദത്തിന് വേണ്ടി ഏതു ദേശത്തേക്കും ചേക്കേറുവാനും അവിടെ ശില്പങ്ങൾ തീർക്കുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. 52 വയസ്സ്. ഒരു കലാകാരനെ സംബന്ധിച്ച് 52 വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇനിയും ലോകപ്രശസ്തമായ ഒട്ടേറെ ശില്പങ്ങൾ തൻ്റെ കരവിരുതിൽ പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലോക സഞ്ചാര ഭൂപടത്തിൽ ആധുനികമായിട്ട് പറയുമ്പോൾ ഗൂഗിൾ മാപ്പിൽ അടയാളപ്പെടുത്തിയ ഒരിടമായി മാറിയിരിക്കുകയാണ് ഐമുറി നന്ദിഗ്രാമം. ഐമുറി ശിവക്ഷേത്രത്തിൻ്റെ പ്രശസ്തി പോലെ തന്നെ അപ്പുക്കുട്ടൻ്റെ ശില്പവും ലോകപ്രശസ്തി നേടി എന്നത് ഒരു കൂവപ്പടിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അഭിമാനപൂർവം പറയാവുന്ന ഒന്നാണ്. ശില്പങ്ങൾ ചെയ്യുന്നു, അടുത്ത ഇടങ്ങളിലേക്ക് പോകുന്നു, മറ്റൊരു ശില്പം ചെയ്യുന്നു. അതല്ലാതെ ആ ശില്പത്തിൻ്റെ ഭാവി പ്രശസ്തി ഏത് വിധത്തിലാകും എന്നതിലൊന്നും അദ്ദേഹം ഒരിക്കലും വ്യാകുലപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശസ്തിക്കു വേണ്ടി ആയിരുന്നില്ല അദ്ദേഹം ശില്പം ചെയ്തിരുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന് ശില്പവേല ചെയ്തതിൽ പ്രത്യേക അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒന്നും തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം നൽകിയില്ല. സാംസ്കാരിക പ്രവർത്തകരോ ആരും തന്നെ അതിനുവേണ്ട ഇടപെടൽ നടത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരായ കലാകാരന്മാർ, ശില്പികൾ, ചിത്രരചന വൈദഗ്ധ്യമുള്ളവർ ഇവരെല്ലാം ഒത്തുചേർന്ന് അപ്പുക്കുട്ടൻ്റെ സ്മരണയ്ക്കായി ഒരു സ്മാരകത്തിന് വേണ്ടി ഉള്ള നിർദ്ദേശം നമ്മുടെ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിലേക്ക് കൊടുക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.